വിദേശയാത്രയ്ക്കുള്ള എംപിമാരുടെ പേരുകൾ നൽകിയതിൽ മാറ്റമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. അധ്യക്ഷൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൽ ഭിന്നതയില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ജയറാം രമേശ് പറഞ്ഞു. പാർട്ടി ഔദ്യോഗികമായും നിർദ്ദേശിച്ചവരുടെ പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ലാത്തത് ചർച്ചയായതിന് പിന്നാലെയാണ് ജയറാം രമേശിന്റെ പ്രതികരണം വരുന്നത്. പി ബസന്തുണ്ട്. ബസന്ത്, ഈ വിദേശയാത്രയ്ക്കുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള നിലപാടറിയിക്കാൻ പോകുന്ന പട്ടികയിൽ തരൂർ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ ഈ പോസ്റ്റിൽ നിന്നും അറിയിപ്പിൽ നിന്ന് ആദ്യം വ്യക്തമായിരുന്നു. പിന്നീട് ജയറാം രമേശിന്റെ പ്രതികരണം വരുന്നത് എങ്ങനെയാണ്? ശശി തരൂരിന്റെ പ്രതികരണം കൂടി വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ചർച്ചകൾക്കും മറ്റ് ചർച്ചകളിലേക്കും ഒക്കെ ഇത് നയിച്ചേക്കാം? എന്താണ് ഇപ്പോൾ ഒടുവിലത്തെ പ്രതികരണങ്ങൾ വരുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അവർ നൽകിയ 4 പേരുകളിൽ ഒരു മാറ്റവുമില്ല. അതായത് വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള പേരുകൾ ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നാസിർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് അല്പസമയം മുമ്പ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. അതായത് ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തിയത് തങ്ങളുടെ അറിവോടെ അല്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. അതായത് അതിൽ 7 സർവകക്ഷി സംഘത്തിൽ ഒരു സംഘത്തെ നയിക്കാൻ ശശി തരൂരിനെ തെരഞ്ഞെടുത്ത സർക്കാർ നടപടി കോൺഗ്രസിനെ അറിയിക്കാതെ ആണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയറാം രമേശ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. ഈ 4 പേരുകളിൽ മാറ്റമില്ല. സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ, ഞങ്ങൾ നൽകിയ ഈ 4 പേരുകൾ മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ കാര്യത്തിൽ ജയറാം രമേശ് നൽകിയ മറുപടി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്സുകാരനായി തുടരുന്നതും കോൺഗ്രസിനുള്ളിൽ തുടരുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതായത് ശശി തരൂർ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നതും കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതും ശശി തരൂർ അത് രണ്ടും രണ്ടായി തന്നെ കാണും എന്നുള്ള തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ ജയറാം രമേശ് നൽകുന്നുണ്ട്. ഏതായാലും തന്നെ തെരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ശശി തരൂർ പൂർണ്ണമായും സ്വാഗതം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രസേവനത്തിന് വേണ്ടിയുള്ള ഒരവസരവും ഞാൻ കളയില്ല, മാറി നിൽക്കുകയുമില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പി ബസന്താണ് ഇവരെ നൽകിയത്. ശശി തരൂരിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ശക്തമായൊരു മുന്നറിയിപ്പിന്റെ ഭാഷയിൽ തന്നെയാണ് പ്രതികരണം നൽകുകയും ചെയ്യുന്നത്.